മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ ഏറ്റവും അധികം ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് സൂര്യ കൃഷ്ണമൂർത്തി. അദ്ദേഹം അതുപോലെ എന്നെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. കഴിഞ്ഞ ഏതാണ്ട് 7-8 വർഷങ്ങളായിട്ട് സൂര്യ കൃഷ്ണമൂർത്തിയുടെ ധന്യമായിട്ടുള്ള രാമായണ മേളയിൽ ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് എൻ്റേത്. അദ്ദേഹം അത് പൂർണ്ണമായിട്ട് കേൾക്കാനിരിക്കാറുമുണ്ട്. ഈ സംഗീത കലാ അക്കാദമിയുടെ ചെയർമാനോ മറ്റോ ആയതിനു ശേഷം ഒരു പ്രാവശ്യമൊറ്റ വന്നില്ല. പിന്നെ മുഴുവനും എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വരാറുണ്ട്. അത്ഭുതത്തോടു കൂടി അത് മുഴുവനും കേട്ടിരിക്കാറുമുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജനറൽ സ്പീച്ചിനും അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. എനിക്ക് സന്തോഷത്തോടു കൂടി പോവാറുണ്ട്. കത്തി കാളുന്ന വിധത്തിൽ 1 മണിക്കൂർ 15 മിനിറ്റ് ക്ലാസ് എടുക്കാറുമുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് ഒരു കാര്യം കൂടി പറയാനാണ്. ഈ കഴിഞ്ഞ പ്രാവശ്യം സൂര്യ കൃഷ്ണമൂർത്തിയുടെ മേള നടക്കുമ്പോൾ കൂട്ടത്തിലുള്ളവരെല്ലാം എന്നോട് പറഞ്ഞു, എൻ്റെ രക്ഷകൻ എന്ന പേരിൽ അദ്ദേഹവും കൂട്ടത്തിലുള്ളവരും യേശു ക്രിസ്തുവിൻ്റെ ജനനം മുതൽക്ക് മരണം വരെയുള്ള ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് തന്നെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉദിച്ചത്, പണ്ട് ബൈബിൾ കഥകൾ എന്ന് പറഞ്ഞ് ജീവൻ ടിവിയിലോ വേറെ ഏതിലോ എല്ലാം വന്നിരുന്നു. ബൈബിൾ കഥകൾ അസാമാന്യമാം വിധത്തിൽ കിഷ്കിന്ധ എന്ന് പറയുന്ന അമ്യൂസ്മെന്റ് പാർക്കിന്റെ സപ്പോർട്ടോടുകൂടി, പള്ളിയിൽ നിന്ന് അസാധാരണ സപ്പോർട്ടോടുകൂടി ആ ബൈബിൾ കഥകൾ പ്രചരിപ്പിക്കാനായിട്ട് അത് ടി വിയിലൂടെ വന്ന് ഒരു 10-12 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾ പറയാൻ തുടങ്ങി അത് നിർത്തിയാൽ മതി എന്ന്. എന്താ കാരണം അറിയോ? ഗുണത്തെക്കാളേറെ ദോഷമാണ്. അതില് ഒരു കഥാപാത്രം ഏതോ 2-3 നില കെട്ടിടം പണിതിട്ട് അതിങ്ങനെ നോക്കുമ്പോൾ ആകാശത്തുനിന്ന് ദൈവം പറയുന്നുണ്ട്, നീ ആകാശത്തോളം വലിയ കെട്ടിടം പണിത് എൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിക്കുകയാണോ? നിന്റെ കെട്ടിടത്തെ ഞാൻ നശിപ്പിക്കുമെന്ന് പറഞ്ഞ ഇടിവെട്ടേറ്റ് ആ കെട്ടിടം താഴെ വീഴുന്നൊരു സീനുണ്ട്. ഇന്നത്തെ ക്രിസ്ത്യാനി അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് വിചാരിക്കാം. ഇന്ന് 140, 150, 170 നിലകളുള്ള കെട്ടിടം ദുബായിലും മറ്റു പല സ്ഥലത്തും ഉണ്ട്. ഇത് 2ാമത്തെ നില കെട്ടിയപ്പോൾ അതിൽ അസൂയ വന്ന ദൈവം അതിനെ ഇടിവെട്ട് ഏൽപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് കാണുമ്പോൾ ഒന്ന് കൂക്കി വിളിക്കണം എന്നാ തോന്നുക. അങ്ങനെയുള്ള ഇന്നത്തെ കാലത്തെ ഇന്നത്തെ തലമുറയ്ക്ക്, ഇന്ന് ജീവിക്കുന്ന ക്രിസ്ത്യാനിക്ക് പോലും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ബൈബിൾ കഥകള് അതേപോലെ തന്നെ പകർത്തിയിരിക്കുകയാണ്. ഇനി വേറൊന്നുകൂടിയുണ്ട്. ബൈബിൾ കഥകൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതോടുകൂടി അത് ദൈവവചനവും സത്യവുമാണ്, സത്യവേദ പുസ്തകവുമാണെന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ഇല്ലാണ്ടായി. അത് കഥയാണ്. അപ്പൊ ഇങ്ങനെ സത്യവേദ പുസ്തകമാവുക. അപ്പൊ ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് അവസാനം അത് നിർത്തിച്ചു. പള്ളിക്കാരിടപെട്ട് അത് മുഴുവനൊന്നും പോയില്ല. കുറേ അധികം പൈസ ചെലവാക്കിയിട്ട് ഉണ്ടാക്കിയ ബൈബിൾ കഥകൾ എന്ന സീരിയൽ നിർത്തിച്ചു. ഞാൻ ഇത്രയും പറഞ്ഞത്, ഇതിനിടയ്ക്ക് വേറൊന്നും കൂടി വന്നിരുന്നു. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത യേശുദേവന്റെ, യേശുക്രിസ്തുവിന്റെ മരണം ഉൾപ്പെടെ കാണിക്കുന്ന സീരിയലോ അല്ല സിനിമയോ എന്തൊക്കെയോ വന്നിരുന്നു. അതിൽ യേശുവിനെ ആണിയടിച്ച് ആ കുരിശിങ്ങനെ നേരെ നിവർത്തി നിൽക്കുന്നതൊക്കെ കണ്ടാൽ അറപ്പ് തോന്നും. ശരിക്കും അതിൽ ഭക്തിയല്ല തോന്നുക, അറപ്പാ തോന്നുക, ഭയമാ തോന്നുക. ഇത് തന്നെയാണ് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തിന് ചുറ്റും തൃശ്ശൂര് റൗണ്ടില് 30 അടിയോ മറ്റോ നീളമുള്ള യേശുക്രിസ്തുവിനെ മൊത്തത്തിൽ ചുമന്ന പെയിന്റ് അടിച്ച് തലയിൽ മുൾക്കിരീടം വെച്ച് വലിയ ലോറിയിൽ ഇങ്ങനെ റൗണ്ടിൽ കറക്കുന്ന ഒരു സീനുണ്ട്. വ്യാഴാഴ്ചയോ ദുഃഖവെള്ളിയാഴ്ചയോ ആണ് അത് ചെയ്യാറുള്ളത്. അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭക്തിയോ സ്നേഹമോ ആദരവോ ഒന്നുമല്ല തോന്നുക. അത് കണ്ടാലും അറപ്പാ തോന്നുക. കാരണം മേല് മുഴുവനും ചോരയായിട്ട് ഇങ്ങനെ ദുഃഖത്തോടുകൂടി കിടക്കുന്ന ഒരു ഡെഡ് ബോഡി ഇങ്ങനെ ജനങ്ങളെ കാണിക്കാനായിട്ട് കൊണ്ടുപോവാ. അത് വെറും ഡെഡ് ബോഡിയാണെങ്കിൽ പിന്നെയും പോട്ടെ, ചോരയാ, മുഴുവൻ ചുമന്ന പെയിന്റാ. അതിങ്ങനെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മുഖം മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു സീനാണ്. അപ്പോഴും
അതും ഇപ്പോൾ ഭയങ്കരമായിട്ട് കോൺഫ്ലിക്റ്റിംഗ് ഒപ്പീനിയനിൽ വന്ന് നിൽക്കുകയാണ്. ഇത്രയും ഞാൻ പറഞ്ഞത് ഈ 150 കലാകാരന്മാർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം ചേർത്ത് ആരാധ്യനായ സൂര്യ കൃഷ്ണമൂർത്തി സാൽവേഷൻ ആർമി ഗ്രൗണ്ടിൽ ഒരു ദിവസം പള്ളിക്കാർക്കും അച്ഛന്മാർക്കും കർദിനാൽമാർക്കും സൂസഭാക്യത്തിനെല്ലാം വിളിച്ച് കാണിച്ചു. പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു സൂര്യയിലെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇത് നിരന്തരം കാണിക്കാൻ ഓരോ സ്ഥലത്തും ക്രമീകരണം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. മാതൃഭൂമി ഫ്രണ്ട് പേജിൽ അതിൻ്റെ ചിത്രം കൊടുത്തു, ഉള്ളിലത്തെ പേജിൽ വാർത്തയും കൊടുത്തു. പക്ഷേ അത് കണ്ടവരും കാണാൻ പോയവരും കണ്ടു കഴിഞ്ഞ് പുറത്തു വന്ന് ചർച്ച ചെയ്യുന്നവരും കാര്യമായിട്ടൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല, കണ്ടില്ല, അറിഞ്ഞുമില്ല. കാരണം പലപ്പോഴും ശ്രീകൃഷ്ണനെ കുറിച്ചോ ശ്രീരാമനെ കുറിച്ചോ ശിവനെ കുറിച്ചോ എല്ലാം നിങ്ങൾക്ക് കഥാരൂപത്തിലോ സീരിയൽ രൂപത്തിലോ ഒക്കെ അവതരിപ്പിച്ചാലും ഹിന്ദുവിൻ്റെ മനസ്സിലുള്ള ചിത്രത്തിനോട് ചേരുന്നതായിരിക്കും അതിൽ പലതും. പക്ഷേ ഊതി വീർപ്പിച്ച് ഉണ്ടാക്കിയ കെട്ടുകഥ പോലെയുള്ള ബൈബിളില് അതിൻ്റെ ഒറിജിനൽ രൂപത്തിൽ കാണിച്ചാൽ അത് ക്രിസ്ത്യാനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട പല കാര്യങ്ങളുമാണ് കാണിക്കുന്നതും കേൾപ്പിക്കുന്നതും. പരിണതഫലം എന്തായിരിക്കും? ചോദ്യം ചെയ്യാൻ ഇറങ്ങിപ്പുറപ്പെട്ടാൽ ഒന്നുകിൽ ഈ നാടകം എഴുതിയ വ്യക്തിയെ ചോദ്യം ചെയ്യുന്നതാവും, അല്ലെങ്കിൽ ബൈബിളിനെ ചോദ്യം ചെയ്യുന്നതാവും, അതല്ലെങ്കിൽ ഇപ്പൊ നിലനിൽക്കുന്ന ചർച്ച്യാനിറ്റി, ക്രിസ്ത്യാനിറ്റി അല്ല ചർച്ച്യാനിറ്റിയെ, പള്ളി മതത്തെ ചോദ്യം ചെയ്യുന്നതാവും, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരെ ചോദ്യം ചെയ്യുന്നതാവും. ഈ 4 കൂട്ടം ചോദ്യം ചെയ്യലും ഇത് കാണുമ്പോൾ മുമ്പിൽ വരും. അതുകൊണ്ടത് വിജയിക്കില്ല. എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ആരാധ്യരായ കൃഷ്ണമൂർത്തിയുടെ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞു, കൃഷ്ണമൂർത്തി സാറ് എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിട്ടേ മടങ്ങുള്ളൂ. ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഭയങ്കര എക്സ്പെൻസീവാണ്, ഭയങ്കര നഷ്ടം ഉണ്ടാവുമെങ്കിലും അത് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, ഇത്രയും നഷ്ടം സഹിച്ച്, ഇത്രയും ടെൻഷൻ എടുത്ത്, ഇത്രയും മനുഷ്യൻ്റെ സമയവും ഊർജവും ഉപയോഗിച്ച് ഇത് ചെയ്താൽ എഫക്റ്റ് ഉണ്ടാവില്ല. രാമായണമേള നടത്തുന്ന മാതിരി ആവില്ല. ഈ പള്ളിക്കാരുടെ മനസ്സിലുണ്ടാക്കിയിരിക്കുന്ന തെറ്റായിട്ടുള്ള ഒരു ബൈബിൾ ചിത്രത്തിന് തുല്യമായിട്ട് ഒരു നാടകം വരുത്താൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഒരു ഹിന്ദു കാര്യങ്ങളിൽ ഏറെ താല്പര്യമുള്ള ഒരു വിഭാഗത്തിന് ഈ പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ അടിത്തട്ടിലുള്ള ഈ ബൈബിൾ മതം 2000 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ പ്രാകൃതമായ ജനതയ്ക്ക് മരുഭൂമിയിൽ വസിക്കുന്നവർക്ക് വേണ്ടി എഴുതിയ പുസ്തകത്തിൻ്റെ ഏടുകളിൽ നിന്ന് സംസ്കാര സമ്പന്നമായ 2000, 3000, 4000 വർഷങ്ങൾക്ക് മുമ്പും സംസ്കാര സമ്പന്നമായ ഈ ഭാരതീയരുടെ ചിന്താധാരകളുടെ മുമ്പിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചാൽ അത് കടലാസ് പൂ മാതിരിയാവും. അതിന് ഡിഗ്നിറ്റി ഉണ്ടാവില്ല. ഇവിടുത്തെ ഉപനിഷത്തുക്കളും ഇവിടുത്തെ വേദങ്ങളും ഇവിടുത്തെ മാനേജ്മെന്റ് പ്രിൻസിപ്പിളും ഇതിഹാസങ്ങളും എല്ലാം കത്തിജ്വലിച്ച് PhD ലെവലിൽ നിൽക്കുമ്പോൾ ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ ജനനം മുതൽക്ക് മരണം വരെയുള്ള ആ ഏറ്റവും ലെവൽ, അതും ലോവർ പ്രൈമറിയുടെ ലെവലേ ഉള്ളൂ. എങ്ങനെ ഇത് ദഹിക്കുക? ഒന്നിനെയും വിമർശിച്ചതല്ല, ജസ്റ്റ് ഞാൻ കാര്യം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് ശരിക്കും ബൈബിൾ കഥകൾ ഫെയിലായത്. അതുകൊണ്ടാണ് ബൈബിൾ എന്ന സിനിമ ഫെയിലായത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ആണിയടിച്ച് തറയ്ക്കുന്ന സീരിയല് ഇംഗ്ലീഷിൽ നിന്ന് മൊഴിമാറ്റം ചെയ്തത് ഫെയിലായത്. അതുകൊണ്ട് സൂര്യ കൃഷ്ണമൂർത്തിയുടെ എൻ്റെ രക്ഷകനും ഫെയിലാവും. എൻ്റെ രക്ഷകൻ എന്ന വാക്കൊക്കെ ഉപയോഗിച്ചു എന്നുള്ളത് കൊണ്ട് വികാരവും അതിനകത്ത് അല്പനേരം ഉണ്ടാവുമെങ്കിലും വിചാരം ഉണ്ടാവില്ല, അത് ഫെയിലാവും. അതാണ് സംഭവിച്ചത്. ഒരുപക്ഷെ ഇനിയും കുറെ സദസ്സുകളിൽ നടത്തുമായിരിക്കാം. പക്ഷെ കാണാൻ വരുന്ന വ്യക്തികളുടെ പ്രതീക്ഷയോടൊപ്പം കണ്ടുപോകുന്നവരുടെ പ്രതീക്ഷകളുമായിട്ട് ചേരില്ല. കണ്ടുപോകുന്നവർക്ക് തോന്നും ഇതാണോ സംഭവിച്ചത്. അതിപ്പോ മോഹൻലാലിൻ്റെ ഈ പുലിയെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആ സിനിമയോ ആറാം തമ്പുരാനോ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഭ്രമരം എന്ന സിനിമയോ ഇതെല്ലാം ഒരു പ്രതീക്ഷയുമായിട്ടാണ് കാണികൾ വരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് മുകളിലായിരിക്കും ജനറലി ഇവരുടെയൊക്കെ അനുഭവങ്ങൾ. അത് വർക്ക് ചെയ്യും.
അല്ലാത്തത് വർക്കിയില്ല. അപ്പോൾ ഓർമ്മിക്കാനുള്ളത് എന്തൊക്കെയാണെങ്കിലും ശരി, ഈ മനസ്സിനകത്തുള്ള ആശയത്തിൽ നിന്ന് മുകളിലേക്ക് കാഴ്ച വന്നാലേ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ. അത് ഏകരക്ഷകൻ എന്നുള്ള സീരിയലിൽ വരാൻ സാധ്യതയില്ല. ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് കാണാനോട്ട് പോകാൻ സമയവും ഇല്ല, ഞാൻ കാണാനും പോവില്ല. എന്നാലും ഞാൻ പറയുന്നു, അതുകൊണ്ടാണ് പലപ്പോഴും ഈ ബൈബിളിലെയും ഖുറാനിലെയും എല്ലാം കാര്യങ്ങൾ പിക്ടോറിയൽ രൂപത്തിൽ അവതരിപ്പിച്ചാൽ, ചിത്രരൂപത്തിൽ അവതരിപ്പിച്ചാൽ ഫെയിലാകുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ജസ്റ്റ് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. പ്രണാമം, നമസ്കാരം.